വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ട് എടുക്കാൻ പോകുന്നത് സീക്വൻസ് ആൻഡ് സീരീസിന്റെ തിയറി ഭാഗമാണ്. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ടീമിന്റെ ക്രിയേഷന് ആവശ്യമായ ടോപ്പിക്കുകൾ മാത്രമാണ് ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ പോലെ തരുന്നത് കേട്ടോ. പിന്നത്തെ സീക്വൻസ് ആൻഡ് സീരീസിൽ അത്യാവശ്യം വേണ്ടുന്ന രണ്ടാൾക്കാരാണ് AP ആൻഡ് GP. നമുക്ക് അറിയാവുന്നതാണ്, അരിത്തമാറ്റിക് പ്രോഗ്രഷനും അതേപോലെ തന്നെ ജോമെട്രിക് പ്രോഗ്രഷനും അല്ലെ. അതിൽ അരിത്തമാറ്റിക്കിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറയാം. അപ്പം അതിനേക്കാൾ മുന്നേ ഒരു കുഞ്ഞൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു കുറച്ച് സംഭവങ്ങൾ എഴുതാണ്. അതായത് 1, 2, 3, 4 എക്സെട്ര എന്ന് ഞാൻ എഴുതുന്നു. അതുപോലെ ഇങ്ങനെ രണ്ടെണ്ണം ഞാൻ എഴുതുന്നു. പിന്നെ അടുത്തത് 1, 4, 9 പിന്നത്തെ രണ്ടെണ്ണം, പിന്നെ 9, -15, 7, 0, -198 അങ്ങനെ മൂന്നെണ്ണം തന്നേക്കാം. ഇതിൽ നിങ്ങൾക്ക് 1, 2, 3 കഴിഞ്ഞാൽ അടുത്തത് പറയാൻ പറ്റും അല്ലെ. 4 കഴിഞ്ഞാൽ 5 അതേപോലെ 5 കഴിഞ്ഞാൽ 6 അല്ലെങ്കിൽ 1, 4, 9 കഴിഞ്ഞ് അടുത്തത്. കാരണം അത് 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ അല്ലേ. അപ്പൊ അടുത്തത് 4ന്റെ സ്ക്വയർ 16 ആണെന്നും പിന്നത്തത് 5ന്റെ സ്ക്വയർ 25 ആണെന്നും മനസ്സിലാവുമല്ലോ. അതേസമയം ഒരെണ്ണം നോക്കി അടുത്തത് നോക്കിയാൽ 9, പിന്നെ -15 അല്ലെ, പിന്നെ 7ലേക്ക് വന്നേക്കണം, പിന്നെ 0. പ്രത്യേകിച്ച് യാതൊരുവിധം പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത രണ്ട് ടേംസിനെ പറയാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതാണ് സീക്വൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് നമ്പേഴ്സിനെ നമ്മൾ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്. അതിലെ രണ്ടെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ജോമെട്രിക് സീക്വൻസ്. ഓക്കെ, നമുക്കിപ്പോ പഠിക്കുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ് കേട്ടോ. അപ്പൊ അതിൽ വന്നിട്ട് എന്തായിരുന്നു അരിത്തമാറ്റിക് സീക്വൻസ്? ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. ഫസ്റ്റ് ടേം A ആണ്, പിന്നത്തെ ടേം എന്ന് പറയുന്നത് A+D ആണ്, പിന്നത്തെ ടേം A+2D ആണ്. കണ്ട, നമ്മൾ ഈ D തന്നെ ആഡ് ചെയ്ത് പോവുക ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ഒരു ടേം A എന്ന് പറയുന്ന ആളെ ഫിക്സ് ചെയ്തു, അതിന്റെ കൂടെ D ഓരോ വട്ടം ആഡ് ചെയ്താണ് നമ്മൾ അതിന്റെ സീക്വൻസ് എഴുതുന്നത്. അപ്പൊ നോക്കിയേ, ഒന്നാമത്തത് ടേം A ആണ്, രണ്ടാമത്തെ ടേം A+D അല്ലേ. ഇവിടെ 2 വന്നപ്പോ D ന്റെ ഫ്രണ്ടിൽ 1 അല്ലേ കിടക്കുന്നത്, A+D എന്ന് പറഞ്ഞപ്പോ. മൂന്നാമത്തെ ടേമിൽ ഇവിടെ എന്താ കിടക്കണേ? 2 ആണ് കിടക്കണേ അല്ലെ. അപ്പൊ നാലാമത്തെ ടേമിൽ ഇവിടെ എന്താ വരാ? A+3D ആണ് വരാ, ഒന്ന് കുറവ്, ശരിയല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിലേ nth ടേം എന്ന് പറയുന്നത് എന്താ വരുന്നത്? A+n-1 into D. പരിപാടി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫസ്റ്റ് ടേം A ആണ്, കോമൺ ഡിഫറൻസ് D ആണ്. അതേപോലെ തന്നെ nth ടേം എന്താണ് കിട്ടി? അത് നിങ്ങൾക്ക് AN എന്നോ XN എന്നോ നിങ്ങൾക്ക് എഴുതാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് A+n-1 into D. ഇതാണ് നമ്മുടെ nth ടേം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സീക്വൻസ് ഒക്കെ എഴുതാൻ പഠിച്ചു അല്ലെ. ഇനി അടുത്തൊരു കാര്യം നമ്മൾ സം ഓഫ് ദ സീക്വൻസ് ആ. ഈ സീക്വൻസിനെ നമ്മൾ പ്ലസ് എഴുതാന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1+2+3+, കുഞ്ഞ നമ്പറൊക്കെ സുഖം നമുക്ക് എഴുതാനായിട്ട് അല്ലെ. അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ വലിയ നമ്പറുകളാണെങ്കിലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു 100 എണ്ണം ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടിയിരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പോഴാണ് നമ്മൾ സമ്മിന്റെ ഇക്വേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോ സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SN വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. n/2 into ഫസ്റ്റ് ടേം, അത് നിങ്ങൾ A ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ A1 ആയിട്ടോ എന്തായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അപ്പൊ A1 plus AN ആയി. അതൊരു ഇക്വേഷൻ അല്ലേ. ഇതാണ് ജനറൽ ഇക്വേഷൻ. അതിൽ നിന്ന് നമ്മൾ തന്നെ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കും. അതിങ്ങനെയാണ് വരുന്നത്. n/2 into ഫസ്റ്റ് ടേമിനെ എന്ന് വിളിച്ചു, nth ടേം എന്താ? A+n-1 into D അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ n/2 into 2A plus n-1 into D എന്ന് എഴുതാലോ. കണ്ട, വേറൊരു ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇതൊരു ഇക്വേഷൻ കിട്ടി, അതേപോലെ തന്നെ ഇതൊരു ഇക്വേഷൻ കിട്ടി. സമ്മിന്റെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതേപോലെ നമുക്ക് നാച്ചുറൽ നമ്പറിന്റെ കേസ് പറയാലോ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 1+2+3+, up to n അല്ലേ. അതിന്റെ സം എന്ന് പറയുന്നത് n ടേംസ് ഉണ്ട് അല്ലേ. സോ n/2 അത് അങ്ങനെ തന്നെ. ഫസ്റ്റ് ടേം എന്താ? 1, ലാസ്റ്റ് ടേം എന്താ? n. അപ്പൊ നമ്മുടെ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? n into n+1 divided by 2. ഇതേപോലെ കുറെ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, അതിന്റെ സമ്മും ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കണം കേട്ടോ, ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിനെ കുറിച്ച് അത്യാവശ്യമായി വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ജസ്റ്റ് അതിന്റെ ടേംസ് എഴുതാം, അതേപോലെ തന്നെ അതിന്റെ സമ്മ് എഴുതാം. ഓക്കെ, തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം. നമുക്കിപ്പോ ഒരു സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കാം നമ്മുടെ കയ്യില്. ഇപ്പം 1, 4,
4 3 7 3 10 ഇതൊരെണ്ണം ഞാൻ എഴുതിയില്ലേ. ഇതിന്റെ nth ടേം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ചെയ്യാ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിക്കകത്ത് നമ്മള് എക്ക് പകരം 1ഉം 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസിന്റെ പകരം 3ഉം നമ്മൾ ഇട്ട് കൊടുക്കുന്നു. സോ 1 പ്ലസ് 3n മൈനസ് 3 എന്നും ഇതിനെ എനിക്ക് 3n മൈനസ് 2 എന്നും എഴുതാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ nth ടേം എഴുതുന്ന രീതി എന്ന് പറയുന്നത്? ഇനി ഞാൻ ഇതിനെ തിരിച്ചു ചോദിക്കുകയാണ്. നമ്മൾക്ക് ചോദ്യത്തില് ഓക്കെ, അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കാണ് nth ടേം തന്നേക്കാണ്, ദാറ്റ് ഈസ് an തന്നേക്കാണെന്ന് വിചാരിക്കാം. ഓക്കെ, an തന്നേക്കാണെന്ന് വിചാരിക്കാം എങ്കിൽ ശ്രദ്ധിക്കണം, nth ടേമിന്റെ ഓൾജിബ്ര അതായത് an തരികയാണെങ്കിൽ ഇവിടുത്തെ n-ന് 1 ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് ഫസ്റ്റ് ടേം ആണ്, n-ന് 2 ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് സെക്കൻഡ് ടേം ആണ്, n-ന് 3 ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് തേർഡ് ടേം ആണ്. അതേസമയം സമ്മിന്റെ ഓൾജിബ്ര തരാന്ന് വിചാരിക്കുക, അതായത് Sn ഈക്വൽ ടു എന്നാണ് തരണമെന്ന് വിചാരിക്കുക. Sn ഈക്വൽ ടു വല്ല n സ്ക്വയർ പ്ലസ് n, ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയെന്നുള്ളൂ കേട്ടാ, അല്ലാണ്ട് ഇതിന്റെ സം ഒന്നും അല്ലാതെ n സ്ക്വയർ പ്ലസ് n എഴുതിയിരിക്കുക എങ്കിൽ n-ന് 1 ഇട്ട് കൊടുത്താൽ കിട്ടുന്നത്, n ഈക്വൽ ടു 1 ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് a1 ആണ്. അത് കുഴപ്പമില്ല, അത് ഓക്കെയാണ്. പക്ഷെ n-ന് 2 ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് a2 അല്ല, a1 പ്ലസ് a2 ആയിരിക്കും. ഇത് മറക്കരുത്, കാരണം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ a1 പ്ലസ് a2 എന്ന് പറയുമ്പോൾ അവിടുന്ന് a2 കണ്ടുപിടിക്കാം, നമ്മൾ ആ 1 ഇട്ട് കൊടുത്ത് കണ്ടുപിടിച്ച് a1 മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ. ഓക്കെ, അതേപോലെ n ഈക്വൽ ടു 3 ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് a3 അല്ല, a1 പ്ലസ് a2 പ്ലസ് a3 ആയിരിക്കും കിട്ടുക. അതിൽ a3 കണ്ടുപിടിക്കണേ എന്ത് ചെയ്യാം? a1 പ്ലസ് a2 തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? അതെ, ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ അങ്ങോട്ട് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് നമ്മൾ മറക്കരുത്, കാരണം കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട്. അത് വിചാരിച്ച് പറഞ്ഞതാണ്. ഇത്രയാണ് നമുക്ക് ജനറൽ ആയിട്ട് അരിത്തമാറ്റിക് സീക്വൻസിന്റെ കാര്യത്തിൽ കുറച്ച് പഠിക്കാനുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതിനും ഒരു ജനറൽ ഫോമാറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ AR സ്ക്വയർ, AR ക്യൂബ് എക്സെട്ര. ഇത് നമ്മൾ എന്താ ചെയ്തേക്കണേ? മൾട്ടിപ്ലൈ ചെയ്താ പോയേക്കണേ അല്ലെ? എന്ന് പറഞ്ഞാൽ ആദ്യം A ഉണ്ടായിരുന്നു, പിന്നെ A-ന്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ഒരു 6 മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ 6 മൾട്ടിപ്ലൈ ചെയ്തല്ലേ പോയേക്കണേ. അതാണ് നമ്മളുടെ കോമൺ റേഷ്യോ. R ഈസ് ദ കോമൺ റേഷ്യോ. R നമുക്കവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടായില്ലേ അരിത്തമാറ്റിക്കിന്റെ കാര്യത്തിൽ, ഇവിടെ നമുക്ക് അത് വരുന്നത് കോമൺ റേഷ്യോ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്. ഇത് ഒന്നാമത്തെ ടേം, ഇത് രണ്ടാമത്തെ ടേം. രണ്ടാമത്തെ ടേം വന്നപ്പോ 6ന്റെ പവർ 1 അല്ലേ? മൂന്നാമത്തെ ടേം വന്നപ്പോ 6ന്റെ പവർ 2 അല്ലേ? നാലാമത്തെ ടേം വന്നപ്പോ 6ന്റെ പവർ 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ nth ടേം ഒരെണ്ണം കുറവല്ലേ? nth ടേം എന്ന് പറയുന്നത് AR⁻n-1. അപ്പൊ അങ്ങനെയാണെങ്കിൽ an എന്ന് പറയുന്നത് AR⁻n-1 ആണ്. ഇതേപോലെ തന്നെ നമുക്ക് സമ്മിന്റെ ഇക്വേഷൻ ഉണ്ട്. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് a into r⁻n-1 ഡിവൈഡഡ് ബൈ r-1. രണ്ടെണ്ണം നമുക്ക് ഡിഫറെന്റ് ടൈപ്പുകൾ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഡുലസ് ഓഫ് r ആണ് 1-നേക്കാളും വലുത് എന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. തിരിച്ചാണെങ്കിലോ മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 ആണെങ്കിലോ ഇതിന്റെ നേരെ തിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a into 1 മൈനസ് r⁻n ഡിവൈഡഡ് ബൈ 1 മൈനസ് r. അതിന്റെ അടുത്തത് ഇപ്പൊ നമ്മൾ മോഡുലസ് ഓഫ് r ഗ്രേറ്റർ ദാൻ 1 ഉപയോഗിച്ചു, അതേപോലെ തന്നെ ലെസ് ദാൻ 1 ഉപയോഗിച്ചു അല്ലെ? അപ്പൊ എന്റെ മോഡുലസ് ഓഫ് r ഈക്വൽ ടു 1 വരൂലേ? ഈക്വൽ ടു 1 വരുമ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈക്വൽ ടു 1 വരുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ r-ന്റെ വാല്യൂ ഈക്വൽ ടു 1 വരാണെങ്കിൽ എന്താ സംഭവിക്കാന്ന്? ഈക്വൽ ടു 1 വരാണെങ്കിൽ നമ്മുടെ ജോമെട്രിക് സീരീസ് എങ്ങനെ ഉണ്ടാവും? എന്നല്ലേ ഉണ്ടാവുള്ളൂ, എകൾ മാത്രല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്മ് കണ്ടുപിടിക്കല്ലേ നമ്മുടെ ആവശ്യം. അപ്പൊ അതിന്റെ സമ്മിന്റെ ഇക്വേഷൻ a പ്ലസ് a പ്ലസ് a പ്ലസ് a പ്ലസ് എന്നല്ലേ വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് n into a അല്ലേ വരാൻ പോണത്? n into a അല്ലേ വരാൻ പോണത്? അപ്പൊ ഇങ്ങനെ നമുക്ക് 3 ഇക്വേഷൻസ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻഫൈനൈറ്റ് കേസ് ആണ്. അതായത് ഇപ്പൊ നമുക്കിത് കണ്ടത് ഫൈനൈറ്റ് അല്ലേ, n വരെയല്ലേ ഉണ്ടായുള്ളൂ. ഇതിന്റെ ഇൻഫൈനൈറ്റ് കേസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ഇപ്പൊ സം അല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ 1-ഓ a-യോ എന്തായാലും കുഴപ്പമില്ല, a പ്ലസ് AR പ്ലസ് AR സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുള്ള ഇൻഫൈനൈറ്റ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് a ഡിവൈഡഡ് ബൈ 1 മൈനസ് r ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ജോമെട്രിക് സീരീസിന്റെ സം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആവശ്യമുള്ള രണ്ട് കുഞ്ഞ ടോപ്പിക്കുകളാണ് അരിത്തമെറ്റിക് മീൻ ആൻഡ് AM അരിത്തമെറ്റിക് മീൻ ട്ടാ. അതേപോലെ തന്നെ GM ജോമെട്രിക് മീൻ.
അപ്പൊ സാധാരണഗതിയിൽ രണ്ട് നമ്പർ എടുക്കാന്ന് വിചാരിക്കാം. രണ്ട് നമ്പർ എ ആൻഡ് ബി ആണ് എടുത്തേക്കുന്നത് കേട്ടോ. എ ആൻഡ് ബിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണെന്നും അതേപോലെ ജോമെട്രിക് മീൻ ഇതേ എയും ബി തന്നെ എടുത്തേക്കുന്നത്. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് എ ഇൻറ്റു ബി ആണ്. ഓക്കെ അല്ലേ? ഇതാണ് അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും. ഇത് ഇനി നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കും എന്ന് നമുക്ക് നോക്കാം. അതായത് എ ഇഫ് എ എ ബി സി ആർ ഇൻ എ പി ആണെന്ന് വിചാരിക്കും. ഓക്കെ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്നിരിക്കും എങ്കിൽ നടുക്കത്തെ ടേം അതായത് ബി എന്ന് പറയുന്നത് അറ്റത്തെ രണ്ട് ടേമുകളുടെ അരിത്തമാറ്റിക് മീൻ ആയിരിക്കും. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ജോമെട്രിക്കിന്റെ കാര്യത്തിലുണ്ട് ഇഫ് എ കോമ ബി കോമ സി ആർ ഇൻ ജി പി ആണെന്ന് വിചാരിക്കുക എങ്കിൽ നടുക്കത്തെ ടേം എന്ന് പറയുന്നത് അറ്റത്തെ രണ്ട് ടേമുകളുടെ എന്തെന്ന് ജോമെട്രിക്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അതിനെ ബി സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു സി എന്ന് എഴുതാം. രണ്ടും ഒന്ന് തന്നെ. അറ്റത്തെ രണ്ടാൾക്കാരുടെ ജോമെട്രിക് മീൻ ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ അരിത്തമാറ്റിക്കും ജോമെട്രിക്കും ആയിട്ടുള്ള പ്രോഗ്രഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കുറെ ടേംസിന്റെ ആണ്. അതില് 1 + 2 + 3 ഞാൻ അവിടെ എഴുതി n × n + 1/2. അതേപോലെ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എന്ന് പറയുന്നത് n × n + 1 × 2n + 1/6 പിന്നെ 1 ക്യൂബ് അങ്ങനെ എല്ലാത്തിന്റെ ഇക്വേഷൻ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ സീരീസ് ആണ്. അതായത് ഓരോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഇതേപോലെ സീരീസ് റെപ്രസെന്റേഷൻ ഉണ്ട്. സീരീസ് എന്ന് പറയുന്നത് പ്ലസ് ഇട്ട് ഇങ്ങനെ എഴുതുന്നത് തന്നെയാണ് കേട്ടോ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും സീരീസ് എക്സ്പാൻഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇത് കണ്ടതിന് ശേഷം അത് വന്നിരുന്ന് കാണുക. അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.